Hello guys, welcome to Nanam Vlogs. This is Sajid and with me Shanna. So, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു അടിപൊളി ചാലഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് കിഡിലൻ ചാലഞ്ച്. ദ ചാലഞ്ചിന്റെ പേരാണ് കിഡിലോസ്കി ചാലഞ്ച്. അല്ല, ചാലഞ്ചിന്റെ പേരാണ് ഈറ്റ് ഇറ്റ് ഓർ വെയർ ഇറ്റ്. സോ നമുക്ക് ചാലഞ്ചിലേക്ക് പോവാം. അപ്പൊ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം ഇതാണ് നമ്മളെ ചാലഞ്ചിലുള്ള സെറ്റപ്പ്. ഈ ചാലഞ്ചിലുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ചാലഞ്ച് നമ്മൾ പറഞ്ഞ പോലെ ചാലഞ്ചിന്റെ പേരാണ് ഈറ്റ് ഇറ്റ് ഓർ വെയർ ഇറ്റ്. അപ്പൊ ഷെന്ന, ഇത് എങ്ങനെയാണ് ഈ ചാലഞ്ച് എങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട്. ഈ ചാലഞ്ചിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം ഇതിലുണ്ട്. അതായത് കോക്കനട്ട് ഓയിൽ, എഗ്, എല്ലാ ഐറ്റത്തിന്റെ പേരുണ്ട്. പിന്നുള്ളത് ഇതാണ്. ഇതില് രണ്ട് ടോക്കണുള്ളത്. ഒന്ന് ഈറ്റ് ഇറ്റ് ഓർ വെയർ ഇറ്റ്. അപ്പൊ ഇതില് വേറൊരു സംഭവം എന്താ വെച്ചാല്, ഇതിലിപ്പോ ഞാനാണ് ഈ ടോക്കൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ടോക്കണിൽ എനിക്ക് കിട്ടുന്നത് ഇപ്പോ ഓയിൽ കിട്ടി. ആ ഓയിൽ എനിക്ക് വേറിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനല്ല വേറെ ചെയ്യാം, അത് ഷെന്നാണ് എനിക്ക് പണിയുണ്ട്. അതുപോലെ ഷെന്നക്ക് ന്യൂട്രൽ കിട്ടിയാൽ ന്യൂട്രൽ ഈറ്റിംഗ് ആണെങ്കിൽ ഞാൻ കൊടുക്കും, എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം അതല്ല. ഇനി വേറിട്ടാണ് കിട്ടുന്നതിന്റെ മുഖത്ത് എവിടെ ചെയ്യാൻ പറ്റും, അത് യാതൊരു റിസ്കില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഗെയിം. സോ നെക്സ്റ്റ് നമ്മൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഉള്ളത് കൊറിയാണ്ടർ ലീവ്സ്. കൊറിയാണ്ടർ ലീവ്സ് നിങ്ങൾക്കറിയാം എന്താണ് പേര്? കൊറിയാണ്ടർ ലീവ്സ് അല്ലേ മലയാളം ചെടു. മലയാളം പിന്നെ മലയാളത്തിൽ എന്താ ചപ്പു, പുതിന. പണ്ട് മീൻസ് ഞാൻ ചെപ്പത്തിലൊക്കെ വീട്ടില് സാധനം വാങ്ങാൻ പോകുമ്പോൾ പറയും ചപ്പും പൊതിനും വാങ്ങാറ്. അപ്പൊ ഈ ചപ്പ് പൊതി എന്താ സംഭവം? ചപ്പ് എന്ന് പറയുന്ന സാധനം എന്താ? പൊതിന എന്നൊക്കെ അറിയാം. ചപ്പ് ചപ്പോ അപ്പൊ ഇപ്പോഴെങ്കിൽ സത്യം ഇത്ര ഇമ്മക്ക് പറയും 2 രൂപ ചപ്പും പൊതിനും കിട്ടില്ല. അപ്പൊ അടുത്ത സാധനം അടുത്തതാണ് മൈദ. മൈദ നമ്മള് മൈദ കുഴിച്ച് പൂരിയാക്കി തിന്നാൻ പറ്റില്ല. മൈദ അങ്ങനെ തന്നെ തിന്നേണ്ടി വരും. ചിക്കൻ മസാല കറി ഉണ്ടാക്കി തിന്നാൻ പറ്റില്ല. ചിക്കൻ മസാല അങ്ങനെ തന്നെ തിന്നേണ്ടി വരും. അപ്പൊ ഒമാനില് നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറയുന്ന അടിപൊളി കിട്ടുന്ന സാധനമാണ്. ഒമാനി സൂപ്പറാണ്. നെക്സ്റ്റ് ഉള്ളത് ലെമൺ ആണ്. യെസ്, ലെമൺ. പിന്നെ കോക്കനട്ട് ഓയിൽ ആണ്. എഗ് ആണ്. അപ്പൊ എഗ് മുട്ട. അപ്പൊ ഞാൻ ഒരു കാര്യം പറയണേ, ഇതില് ഞാൻ മുട്ടന്റെ കുറെ ആൾക്കാർ പല പ്രൊണൗൺസിയേഷൻ ചെയ്തിട്ടില്ല. ചില ആൾക്കാർ മുട്ട എന്ന് പറയും, ചില ആൾക്കാർ മുട്ട എന്ന് പറയും, ചില ആൾക്കാർ മുട എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഗൈസ്, ഇന്നത്തെ ചോദ്യം ഇതാണ്, മുട്ടന്റെ ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ എന്ത്? ഓപ്ഷൻ എ മുട, ഓപ്ഷൻ ബി മുട്ട, ഓപ്ഷൻ സി മുട്ട. ഓക്കെ, അപ്പൊ സോറി. അപ്പൊ അല്ല, ഇതില് കമന്റ് ചെയ്യണം. മുട്ടക്ക് ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ മുട്ടയാണോ മുട്ടയാണോ മുടാന്നാണോ എന്താണത്? മാഗി നൂഡിൽസ്. പിന്നെ ഗാർലിക് ആണ്. ഗാർലിക് തിന്നാൻ വേണ്ടി പൊടിക്കും. പിന്നെ മെയിൻ സാധനം ഇത് എന്നെ കൊണ്ട് തീറ്റിക്കുകയാണ്. നോക്കാം. പിന്നെ ന്യൂട്ടെല്ല, അത് എനിക്കാം. പിന്നെ പേസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്ര ഐറ്റംസ് ആണുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് പൊളിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ലോട്ട് എടുക്കുന്നത് ചെന്നാണ്. അങ്ങനെ പറയല്ലോ. ഓക്കെ, എന്നാ ഫസ്റ്റ് ലോട്ട് ഞാൻ എടുക്കാം. അപ്പോ കണ്ണടിക്കേണ്ട വേണോ? ഓക്കെ, ഫസ്റ്റ് ലോട്ട് എടുക്കാം. ഓപ്പറേറ്റ്. ഫസ്റ്റ് ലോട്ട് ടൂത്ത് പേസ്റ്റ് ആണ്. ഓക്കെ, ടൂത്ത് പേസ്റ്റ് ഫസ്റ്റ് കിട്ടിയിട്ടില്ലേ. ഇത് തിന്നണം, തേക്കണം, പല്ലേക്കണം എന്നൊക്കെ നോക്കാം. ഓക്കെ, പണി പാളി പോലെ അപ്പൊ ഈ ലോട്ട് മാറ്റി വെക്കട്ടോ. അതെനിക്ക് ഇഷ്ടല്ലേ.
നല്ല തണുപ്പുണ്ട്, നല്ല കൂളിംഗ്. ഇത് ഏത് സാധനം കൂളിംഗ് ഉണ്ടോ? എക്വാ ഫ്രഷ് നല്ല ഫ്രഷ് ഇതുണ്ട്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പം. വേണമെങ്കിൽ നമുക്ക് അത് മാറ്റാം. കണ്ണേരുണ്ടല്ലോ. അപ്പൊ ഒന്ന് എടുത്തോ, എനിക്കുള്ള പണി ഇതാ എന്നെ മോളെ എടുത്തോ. ഓടി മറ്റേ കയ്പന്നെ എടുത്തു, അങ്ങനെ തീറ്റിക്കാൻ എടുത്തോ. ഒന്ന് എടുക്കുക, രണ്ടെണ്ണം എടുക്കില്ല, രണ്ടെണ്ണം ഉണ്ട്. എന്താ ഗാർലിക്, ഗാർലിക് കിട്ടിയ മക്കളെ. ഇനി അത് തിന്നാൻ സമയം കിട്ടണം. മാറ്റിച്ചു ഞാൻ നോക്കല്ല, കണ്ടാ മതി. ഈറ്റിട്ട് ഈറ്റിട്ടാണ് എന്റെ കാര്യം കട്ടപ്പോകാൻ. അതെ കാണിച്ചിട്ടോ, അതാ വേറിട്ട കിട്ടിട്ടോ. ഈറ്റിട്ട് കിട്ടണ്ടേ, നമ്മളെ വാല് തിരിച്ചു കൊടുക്കണ്ടേ. പണി പാടി. ഇതിപ്പോ ഇനി പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറിട്ടല്ലോ. വേറിട്ട് എന്താ ചെയ്യുന്നത്? കാണില്ല. എങ്ങനെയുണ്ട്? ലുക്കല്ലേ? നൈസ്. അപ്പൊ അടുത്ത് ആ ന്യൂട്രലൊക്കെ കിട്ടിയാൽ പൊളിക്കുമ്പോ നിങ്ങൾ ഓവർ വിളിക്കണ്ട. ന്യൂട്രലിന്റെ കടിയിലേക്ക് പോകും. കോക്കനട്ട് ഓയില കിട്ടിയത്, അതിന്റെ വലിയ സീനില്ല. നോക്കലേ, അടുത്ത് വിളിക്കും. ഇതെന്ത് കിട്ടിയാലും സീനില്ല. കോക്കനട്ട് ഓയിലല്ലേ, ആപ്പി മുഷിക്കൽ. അതെ, ഫുൾ പണിയല്ലോ. നല്ല ടേസ്റ്റ്. അപ്പൊ നമുക്ക് കോക്കനട്ട് ഓയില് വായ തുറന്ന പോലെ കുറച്ചായിക്കണേ. അത് തിന്ന സാധനമില്ലല്ലോ. നീ ഇത് ഓവറാക്കി അടുത്തൊക്കെ പണി എടുത്ത് നല്ലോണം വെച്ചോട്ടെ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ചിരിച്ചു വേദന. ഞാനിവിടെ സീനില്ല. വെള്ളം കുടിക്കാൻ കേട്ടോ. അതൊന്നുമില്ല, അത്ര പ്രശ്നമൊന്നുമില്ല. ഒരു തുള്ളി ഇട്ടിച്ച പോലെയാണ്. ഇതിനുള്ള പണി ഞാൻ കൊടുത്തു. മൈദ അന്നെ കൊണ്ട് തീറ്റിച്ചിട്ട് കാണിക്കുന്ന കാര്യം മൈദ കിട്ടിയത്. ഇതെടുത്തോ, നമുക്കുള്ള പണി ഞാൻ പറഞ്ഞുതരാം. ഇരുന്നത് ഇതെന്ത് രണ്ടെണ്ണം ഈറ്റ്. അപ്പൊ മൈദ തിന്നാം. ഞാനോട് പറഞ്ഞു കുറച്ച് വയ്ക്കാൻ പറഞ്ഞില്ലേ, ഇച്ചിലല്ലോ. കിട്ടല്ലോ വയലേക്ക്. ഞാനും പറയില്ലേ കുറച്ച് കമ്മി കേട്ടോ. കുറച്ച് ഞാൻ കമ്മിച്ചൊക്കെ നടന്നല്ലോ. നല്ല മുളക് കൊടുക്കോ തുറക്കേ. പൊടി പൊടി കുറച്ചുള്ളത് വേറിട്ടാക്കണം. ഫുള്ള് കഴിക്കേ. നല്ല സാധനം പൂരി തിന്നല്ലേ. ആ ഇന്നുണ്ടോ? അങ്ങനെയുണ്ട് സൂപ്പറാ.
മണി കുടിച്ചോ വെള്ളം കുടിച്ചോ വേണ്ട കുടിച്ചോ സെറ്റായോ ഈ രാത്രിയാകുമ്പോ നമ്മള് വായല് കൈയിട്ടിട്ട് എടുത്തിട്ട് ഉരുളാക്കിട്ട് പൂരി ഉണ്ടാക്കും ഇറക്കിയാ അതിന്റെ അപ്പൊ അടുത്ത പോയോ നല്ല ഇതാ ഉള്ള പണി മൊത്തം എനിക്ക് നിങ്ങള് കാണുന്നില്ല ഇതൊക്കെ ഈറ്റിട്ട് വേണ്ട മോനെ ഈറ്റിട്ട് കിട്ടിയ എന്റെ കാര്യം കട്ടോടെ ഓക്കെ ചെക്ക് ചെയ്തോ ഇത്രകാലം തിന്നാൻ കിട്ടിയ പണി മാറും നമ്മള് ബേബി കേട്ടോ നല്ല കാര്യം വേറെ മക്കളെ ഞാൻ രക്ഷപ്പെട്ട് ഉള്ള പണി മൊത്തം എനിക്ക് കിട്ടിയ ഞാൻ രക്ഷപ്പെട്ട് നേരത്തോ ഇനി എത്ര സാധനം ഇതിൽ ഇനിയിപ്പോ മെയിനായിട്ട് പൊടി സാധനം എന്ന് പറയുന്നത് മുട്ടാണ് മുട്ടമാരാക്കി തരാം എഗ് എഗ് കുറച്ചാണേ നല്ലൊരു പണി കൊടുക്കണേ നോക്കട്ടെ മാഗി 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 എന്ത് കിട്ടിയിട്ട് വലിയ കാര്യമില്ല പച്ചക്ക് തിന്നാ ഇതിന്റെ കണ്ണുണ്ടോ കാണുന്നുണ്ടോ ഡൗട്ട് ഉണ്ട് അല്ല വേറെ ബ്രോക്കറ്റാണ് വേറെ ഇന്നലെ വേണം കുറെ എനിക്ക് പുറത്ത് പോകാം അത് വേസ്റ്റാക്കണം അല്ലേ ചെറിയ പീസൊക്കെ തിന്നാൻ കിട്ടാൻ വലിയ പ്രശ്നമില്ല സിമ്പിളാ ഇപ്പൊ ഇവിടെ വെക്കണം നോക്കി കുത്തിയിട്ട് എന്റെ മുഖം അലങ്കും ഒരു പീസും കൂടെ വെച്ചാലോ പീസും കൂടെ വെക്കല്ലേ ഇത് പൊടിക്കുന്നുണ്ട് അവിടെ കേട്ടോ അവിടെ നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അടുത്തത് എന്റെതാണ് എനിക്ക് അമ്മാൻ ചിപ്സ് എടുത്തേ അമ്മാൻ ചിപ്സ് ബേബി അവിടെ ഇരുന്ന് നോക്കണ്ട് ഇതുവരെ കഴിച്ചു വരും അപ്പൊ അവളാട് ഇരിയാട് മതി കുടിക്കുന്നു ഈറ്റിട്ട് മുകളിൽ വന്നിട്ടെ ഓ മൈ കുറച്ച് തിന്നാ തരാം തേച്ച് പ്രശ്നമില്ല ഒരിത്തിരി നേരത്തെ അതേപോലെ തന്നെ ചെയ്തു എടുത്ത് ഇത് ന്യൂട്രില്ല അത് വേറിട്ടൊന്നുമല്ല ലാസ്റ്റ് സ്പൂണൊക്കെ എന്തിനാ തേക്കാൻ പൊട്ടോ എടി ലുക്ക രണ്ടാളും ലുക്കയില്ലേ ലുക്കോസ്കി അടുത്ത് ഇനി ആകെ 1 2 3 4 5 സാധനം എടുത്തോ
ഞാൻ എന്തായാലും കാണണം. പിന്നെ എന്താ ചിപ്സ് പക്കിട്ടി ചിപ്സ് ഒക്കെ കിട്ടിക്കോട്ടെ. ഞാൻ സാധനം എടുത്ത് അടുത്ത് എടുക്കും. അതിലാണ് പണി എടുക്കണം. വേറിട്ടാണെങ്കിൽ എവിടെ കൊണ്ടേക്കാണ് എന്താ കാണുന്നുണ്ട്. വേറെ ഇത് വീട്ടിലെ വേറിട്ടല്ല. അപ്പൊ അവർക്ക് തന്നെ വേണം. ഇതിപ്പോ എവിടെ വേറെ സ്ഥലം ഇല്ലല്ലോ. ഞാൻ ഫുൾ ഡിസൈൻ ആക്കുന്നുണ്ട് ഫേസ് നോക്കാം. കാട്ടുവാസി ആക്കി തരാം. കുറച്ച് ശരിയാവും. പാവല്ലേ ഇത്ര കഷ്ടപ്പെട്ടല്ലേ. ഇപ്പൊ അവിടെ മരായി മാറും. നേരെ അടുത്തത് കുറച്ച് സാധനങ്ങളുള്ളൂ. ഓൺലി 3 items. 4 items. അതുണ്ടല്ലേ. ഉണ്ടതാ. ഞാനൊന്ന് വിളിക്കാം. ലെമൺ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലേ. അത് മസിലോ മസിൽ പോകും. ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല ഇത് കഴിഞ്ഞല്ലേ. അതാ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ കൺഫ്യൂഷൻ 3ആണോ 4ആണോ അത് വിളിക്കണ്ടോ. എടുത്തോ. കണ്ണും കൂട്ടിയെടുത്തോ. ഞാൻ കണ്ട് ചിക്കൻ മസാല തിന്നിട്ട് മാത്രം അടുത്ത് ഞാനാക്കി തരാം. കേട്ടോ നല്ല പോലെ റെഡിപൊളി. ഇതേപോലെ ആക്കട്ടെ. കണ്ണിലത്തൊക്കെ തേക്കാം. നമ്മളെ ടാസ്കിന്റെ ഭാഗമാണോ. കുറച്ച് ഓവറായിപ്പോയാ ഇത് നിൽക്കുന്നു. അങ്ങനെ വെച്ചായിരിക്കില്ലേ കല്യാണം. കണ്ണു കൂട്ടി കേട്ടോ. ചെന്നൊന്ന് പൊളിച്ചിട്ട് ചെല്ലേക്ക് ഞാൻ ചിരിക്കാണ് പറയുന്നത്. നിനക്ക് നല്ല കിഴിഞ്ഞ് പോയിട്ടാ പോട്ടെ. പിന്നെ സെറ്റായി എന്റെ മസിൽ അടുത്ത. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. എന്നാ വിളിക്കത്തക്കത്തെ ഇതാണ്. വൻപണി കുടിക്കൽ നമ്മള് അച്ചോട്ടെ അടുത്ത വീണ്ടും എനിക്ക് എന്താ സീൻ. മുട്ട പൊട്ടിക്കാൻ മതി. കുടിക്കുന്ന സീനില്ല. ആ മുട്ടൊക്കെ കുടിച്ചാടാ. പച്ചമുട്ട പൊരിക്കും മസിൽ എടുത്ത് eat it. ഞാൻ മോനെ
പച്ചമുട്ട അത് നീറ്റ് എക്സ്പയർഡ് ആയിട്ടില്ലല്ലോ ആ സ്പൂൺ പച്ചമുട്ട പിടിക്കുന്നുണ്ട് മക്കളെ. കൂടി കൊട്ടാണ്ട് ടിച്ചൂടി ആ കുറച്ച് മസാല പൊടി പച്ചമുട്ട കിട്ടുന്ന സാധനം കുറച്ച് മുട്ടയുടെ കയ്യിലുണ്ട് അത് ഞാൻ പഠിച്ചു. അപ്പൊ ലാസ്റ്റ് ഇതിപ്പോ ഇനി എടുക്കാനൊന്നുമില്ലല്ലോ നമുക്കുള്ള തന്നെ അത് വേറെ ഇട്ടാണോ ഇതിലാണോ നോക്കിയാൽ ഏറ്റവും അടിപൊളി നല്ല സാധനം പച്ച. ഞാൻ അവിടെ പോയി പിടിച്ചില്ലേ കുടി പടി വരുന്നുണ്ട്. ഒന്ന് തൈരാണ്ട് വെക്കണം. ചെറിയ പീസ് ഇത് ടേസ്റ്റാണ് അല്ലേ ടേസ്റ്റാണ് തിന്നോ. വേറിട്ട് നമുക്ക് വേറിട്ടും ചെയ്യാം സീനൊന്നുമില്ല. ലാസ്റ്റില്ല നമുക്ക് ഒരു കളർഫുൾ ഇല്ല കുറച്ച് പ്രശ്നമില്ല വേണമെങ്കിൽ ഞാൻ വെക്കാം കുറച്ച് ലാസ്റ്റ് അല്ല എൻ്റെ ചെയ്യുന്ന പൊള്ളി മഞ്ഞപ്പൊളി മക്കളെ കുറച്ച് ഞാനും വേറെ ഞങ്ങൾക്ക് സങ്കടം വേണ്ട കാട്ടുവാസി വിളിച്ചില്ലേ. അപ്പൊ ഇതാണ് അവളെ ചാലഞ്ച്. അപ്പോ മക്കളെ എല്ലാരും വീട്ടിലുള്ള ഫാമിലീസിനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ചാലഞ്ച് ഒക്കെ ചെയ്ത് നോക്കാം. പൊളിയായിരിക്കും സംഭവം. കിടുവാണ്. കണ്ടില്ലപ്പോ ഇതാണ് കോലം എന്റെ കോലം കണ്ടില്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ചാലഞ്ച് നമ്മൾ നെക്സ്റ്റ് അടുത്ത ചാലഞ്ച് വരുന്നവരെ അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും അടിപൊളി ചാലഞ്ചസ് ആയിട്ട് ഇനിയും വരും. So stay connected. This is Sajid and this is Shenna. This is Nam Nam Vlogs and see you guys. Stay home, stay safe and stay happy. Bye.